ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മനുഷ്യൻ എങ്ങനെയുണ്ടായി. എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, മൈത്രാനോട് നിരീശ്വരവാദിയായ, യുക്തിവാദിയായ, ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന മൈത്രാനോട് ചോദ്യകർത്താവ് ചോദിക്കുന്നത് എൻ്റെ ഒന്നാം ഭാഗമായ വീഡിയോയിൽ ഞാൻ അദ്ദേഹത്തിന്റെ സംസാരം കേൾപ്പിച്ചിട്ടുണ്ട്. അത് ആവർത്തിക്കുകയാണ് എങ്കിൽ സമയം കൂടുതൽ നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ അത് കാണിക്കാതെ നിങ്ങൾക്കത് കാണണമെങ്കിൽ ഒന്നാം ഭാഗം, മനുഷ്യൻ ഭാഗം 1 എന്ന വീഡിയോ നിങ്ങൾ കണ്ടാൽ യുക്തിവാദിയായ മൈത്രാൻ പറയുന്ന മറുപടി എന്താ ചോദ്യകർത്താവ് ചോദിച്ചത്? മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു ആദമിൽ നിന്നും ഹവ്വായിൽ നിന്നുമാണല്ലോ മനുഷ്യരുടെ ഉൽപ്പത്തി. ക്രിസ്ത്യാനികളും ഏകദേശം അങ്ങനെ തന്നെയാണല്ലോ വിശ്വസിക്കുന്നത് എന്ന്. ഈ 2 വിഭാഗം മാത്രമേ ഇന്ന് ആ വിശ്വാസം വെച്ചു പുലർത്തുന്നവരുള്ളൂ എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. കാരണം അവർ വേദക്കാരാണ്. അവര് വേദക്കാരാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, വേദക്കാരാണ്. കാരണം ഈസാ നബിയെ ഞങ്ങൾ നബിയായിട്ടാണ് കാണുന്നത്. ആ ഈസാ നബിയുടെ അനുയായികളാണ് ക്രൈസ്തവർ. അവർ വേദക്കാരാണ്. ഈസാ നബിയെ ഞങ്ങൾ അംഗീകരിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിം ആകുകയില്ല. എങ്ങനെ അംഗീകരിക്കണം? പ്രവാചകനാണ് എന്ന്, അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് വിശ്വസിക്കാതെ ഒരിക്കലും ഇസ്ലാം മതവിശ്വാസിക്ക് പരിപൂർണ വിശ്വാസിയാകാൻ സാധ്യമല്ല. ഒന്ന്, ആ വേദഗ്രന്ഥത്തിലും വിശ്വസിക്കണം. ഏത്? ബൈബിളിലല്ല, മൂസാ നബിക്ക് അയച്ച തൗറാത്ത്, ഇഞ്ചീല്, സബൂർ ഇങ്ങനെയുള്ള പ്രവാചകന്മാർക്ക് അയച്ച ഗ്രന്ഥങ്ങളിലും വേദഗ്രന്ഥങ്ങളിലും ഒരു മുസ്ലിം വിശ്വസിക്കണം. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈസാ നബിയുടെ ജനനമാകട്ടെ അത്ഭുതമാണ്. സയൻസിന് കണ്ടുപിടിക്കാൻ സാധ്യമല്ല ഈസാ നബിയുടെ ജനനം. അതും പരിശുദ്ധ ഖുർആനിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ ജനനം എന്നുള്ള നിലക്ക് ഈസാ നബിയുടെ ജനനം മാതാവുണ്ട്, പിതാവില്ലാതെ ജനിച്ചത് കൊണ്ട് ജൂതന്മാര് ചാരസന്തതി വ്യഭിചാര പുത്രനാണ് എന്നാണ് അവർ ധരിച്ചതും പറഞ്ഞു നടന്നതും എല്ലാം. എന്നാൽ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പ്രവാചകന്റെ ഈസാ നബിയുടെ ജനനം എങ്ങനെയായിരുന്നു എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മറിയം നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. മാതാവ്, ഈസാ നബിയുടെ മാതാവിന്റെ പേരിൽ തന്നെയാണ് അധ്യായം. ഒരൊറ്റ സ്ത്രീയുടെ പേര് മാത്രമേ പരിശുദ്ധ ഖുർആനിൽ അധ്യായത്തിന് കൊടുത്തിട്ടുള്ളൂ, മറിയം. അത് ഈസാ നബിയുടെ മാതാവാണ്. അവരുടെ ചാരിത്രത്തിനെ നിലനിർത്തിയത് അള്ളാഹുവാണ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. അത് എങ്ങനെയായിരുന്നു ഈസാ നബിയുടെ ജനനം എന്നും വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആനിലുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ വായിക്കുക, മനസ്സിലാക്കുക. എനിക്കിപ്പോ സംസാരിക്കാനുള്ളത്, മൈത്രാനോട് ചോദിച്ചു മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, അത് ഇസ്ലാം മതവിശ്വാസികൾ ഇങ്ങനെ പറയും. അപ്പൊ അതിന് മറുപടി എന്താ കൊടുക്കുന്നത്? അതങ്ങനെയൊന്നുമല്ല, അതൊക്കെ വെറുതെ പറയാണ്, അതൊക്കെ വെറുതെ ഉണ്ടാക്കുക, അതൊക്കെ ഒരു കഥയാണ്. പിന്നെ നിങ്ങൾ പറയൂ, അത് എന്താ തെളിവ്? അല്ല എന്ന് പറയാം. അത് തെളിവൊന്നുമില്ല. അദ്ദേഹം പഠിച്ചു വെച്ചത് ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിനെ പോലെ മൈത്രാനെ പോലെ ധാരാളം മൈത്രാന്മാരുണ്ട്. ഏത്? ബുദ്ധിശൂന്യമായ യുക്തിവാദികളും നിരീശ്വരവാദികളും. ബുദ്ധിയുണ്ട് എന്ന് പറയുന്നവർ പറയുന്നത് എന്താണ്? ചാൾസ് ഡാർവിൻ വികസിപ്പിച്ചെടുത്ത സിദ്ധാന്തമാണ്. ചാൾസ് ഡാർവിൻ അത് തന്നെയാണ് ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ പഠിപ്പിക്കുന്ന തന്നെയാണ്. എന്ത്? കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്, പൂർവികൻ. എങ്ങനെ? അതിന് ഞങ്ങൾക്ക് ഒരു ചിത്രം കാണിച്ചു തരാം. ഈ ചിത്രം ഞാൻ എൻ്റെ ഫസ്റ്റില് ഇതാണ് ചാൾസ് ഡാർവിന്റെ ഫോട്ടോ ആണിത്. രണ്ടാമത്തത് അവര് സിദ്ധാന്തം എങ്ങനെയാണ് ഉണ്ടാക്കിയത്, മനുഷ്യൻ ഉണ്ടായത് എങ്ങനെയല്ലേ ഒരു ചിത്രമാണ്. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. എന്താണ് ഇതില്? ഒരു ചിമ്പാൻസി കുരങ്ങ്.
കാലിൽ എഴിഞ്ഞ് ഇങ്ങനെ നടക്കണ 4 കാലിൽ നടക്കുകയാണ്, നൂട്ടില് വാലും ഉണ്ട്. എന്നിട്ട് അത് കുറച്ച് കഴിഞ്ഞപ്പോ 2 കാൽമ നിവർന്ന് നടന്നു, കുമ്പിട്ട് കാണും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നീർന്ന് നടന്നു. പിന്നെ കുറച്ചു മുന്നിൽ പോയപ്പോ മനുഷ്യനായി. ഇതാണ് ചുരുക്കത്തില് ചാൾസ് ഡാർവിൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇദ്ദേഹം 73 വർഷമേ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ. ഇദ്ദേഹം 73 വർഷം മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ. ഇദ്ദേഹത്തിന്റെ ജനനം 12 ഫെബ്രുവരി 1809 ജനിച്ചു. മരണം 19 ഏപ്രിൽ 1882 മരിച്ചു. ഈ ഒരു വ്യക്തി ഒരു 73 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച ഈ മനുഷ്യനാണ് ഈ തുടക്കം മുതലേ ഒടുക്കമില്ലാത്ത. അയാൾ മരിച്ചിട്ട് ഇപ്പൊ എത്ര കൊല്ലായി അല്ലേ? നമ്മൾ എത്ര കൊല്ലം ജീവിച്ചു? ഇനി നമ്മൾ മരിക്കും. ഇനി പ്രപഞ്ചം എത്ര കൊല്ലം ഉണ്ടാവും നമുക്കറിയില്ല. നമ്മൾ ഇതിന്റെ അടിയിൽ ഇദ്ദേഹം ഗവേഷണം തുടങ്ങി അന്നു മുതൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഏതെല്ലാം ജീവികൾ പരിണാമം ഉണ്ടായി, അതിന് തെളിവുണ്ടോ? ഇല്ല. കഴിഞ്ഞുപോയ കാലത്തിനെ അവർക്ക് തോന്നിയ രൂപത്തിൽ അവർ അത് മനസ്സിലാക്കുകയും മൈത്രാനെ പോലെയുള്ള ബുദ്ധി വെച്ചിട്ട് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റുക. അതുകൊണ്ടാണ് മൈത്രാനെ പോലെ വിരലിൽ എണ്ണാമാത്രമുള്ള യുക്തിവാദികൾ മാത്രം ഈ ഭൂമിയിലുള്ളത്. ഭൂരിപക്ഷം ഉള്ളത് വിശ്വാസികളാണ്. പ്രത്യേകം മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കുരങ്ങിൽ നിങ്ങൾ പറയൂ, നിങ്ങളുടെ അമ്മ അച്ഛന് നമ്മളൊക്കെ മനുഷ്യന്മാരായി, നമ്മുടെ പൂർവികർ അപ്പൊ എന്തായി? കുരങ്ങിൽ നിന്നുണ്ടായതാണ് മനുഷ്യൻ. അപ്പൊ എത്ര കുരങ്ങിൽ നിന്നുണ്ടായി? അത് സയൻസ് പറയണം. കോടിക്കണക്കിന് മനുഷ്യണ്ടല്ലോ. ചൈനയിലെ മനുഷ്യണ്ട്, അവിടെയൊക്കെ ഈ കുരങ്ങന്മാരെ പരിണാമം ഉണ്ടായതാണ്. അപ്പൊ ബുദ്ധിശൂന്യമായ സംസാരം മാത്രം പറയും. അത് വലിയ സംഗതിയാണെന്ന് വിചാരിച്ച് കേട്ടിരിക്കും ചെയ്യും. ഞാനിത് കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്താണ് ഇതിന് പറയുന്നത് നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കി തരാൻ ഞാൻ ഇത്രയും വിഷയം പറഞ്ഞത്. എന്നോട് ക്ഷമിക്കണം. കാരണം ചാൾസ് ഡാർവിൻ 73 വർഷം ഈ മനുഷ്യനെ കുറിച്ച് ചർച്ച ചെയ്യുകയും പഠിക്കുകയും മനസ്സിലാക്കി തരികയും എന്നിട്ട് കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന് പറയുന്നു. ഞാൻ കാണുന്നുണ്ട്, സൂലൊക്കെ പോയാൽ കാണാം. കാട്ടിൽ നിന്ന് നിങ്ങൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, കുരങ്ങുകളുടെ ഇങ്ങനെ ചിമ്പാൻസികളായ കുരങ്ങുകൾ ധാരാളമായി വസിക്കുന്ന കാടുകളുണ്ട്. അവർക്ക് 2 കൈയും കാലും. പക്ഷെ അവരുടെ കൈയിന്റെ ഒക്കെ അവസ്ഥ ഇന്നും അങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ് അവർ ജനിച്ചത് അന്നും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ മൈത്രാൻ ചോദിക്കുന്നു, എന്നാ പിന്നെ ഈ ഫാക്ടറി അങ്ങ് തുടങ്ങിയാ പോരായിരുന്നോ? ഏത് ഫാക്ടറി? മനുഷ്യനെ ഉണ്ടാക്കി ദൈവം എന്ന് പറയുന്ന അവരിൽ നിന്നാണ്, അവിടെയാണല്ലോ ദൈവം മനുഷ്യനെയും ഉണ്ടാക്കി വിടുന്നത്. പിന്നെ ആ ഫാക്ടറിയിൽ നിന്ന് തന്നെ മനുഷ്യനെ ഉണ്ടാക്കിയാൽ പോരെ? എന്തുകൊണ്ട് നമ്മളെ ഇവിടെ ഭൂമിയിൽ ആണും പെണ്ണുമായിട്ട് ലൈംഗികമായിട്ട് ഏർപ്പെട്ടതിന് ശേഷം ആണിനും പെണ്ണിനും ഉണ്ടാക്കണ്? ദൈവത്തിന് അങ്ങനെ തന്നെ തുടങ്ങിയാൽ പോരായിരുന്നോ? ഇന്ന് ആരാ ചോദിക്കണത്? മൈത്രാനോട് മറുപടി തിരിച്ച് ഞാൻ ചോദിക്കാണ്. ഇന്ന എന്തിനാ ഇപ്പൊ ആണും പെണ്ണും സെക്സ് ചെയ്ത് ഇങ്ങാണ്ട് ഉണ്ടാക്കണെന്നാ? പിന്നെ അങ്ങനെ കുരങ്ങുന്ന തന്നെ ഇങ്ങനെ ഉണ്ടായി പോന്നാ പോരെ? അതിന് മറുപടി ഉണ്ടാവില്ല. മറുപടി ഉണ്ടാവും. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആ ആശയത്തിനോട് യോജിപ്പുണ്ട് എങ്കിൽ മൈത്രാൻ ചോദിച്ച പോലെ ചോദ്യം, എന്നാ പിന്നെ അങ്ങനെ തന്നെ അവിടുന്ന് ഇങ്ങനെ ആണിനെയും പെണ്ണിനെയും ഉണ്ടാക്കി അങ്ങനെ വിട്ടാ പോരെ? എന്തിനാണ് പിന്നെ ആണും പെണ്ണുമായിട്ട് ഭൂമിയിൽ ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന മൈത്രാന്റെ ബുദ്ധിശൂന്യമായ ചോദ്യം നിങ്ങൾ ഒന്നാമത്തെ ഭാഗം കേട്ടാൽ തന്നെ നിങ്ങൾ നിർബന്ധമായ 1-ാം ഭാഗം കേൾക്കണം. ആ മൈത്രാനോട് ഞാൻ തിരിച്ചു ചോദിക്കുന്നു, എന്തുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരിലൂടെ മാത്രം മക്കൾ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് അതേ കുരങ്ങിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു വരുന്നില്ല മനുഷ്യന്? എന്തുകൊണ്ട്? അപ്പൊ പരിണാമം അവിടെ അവസാനിക്കാൻ പറ്റുമോ? പരിണാമം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ തുടർന്നുകൊണ്ടേ നിൽക്കണ്ടേ? അപ്പൊ അവിടെ കുരങ്ങിന്റെ സംഗതി അവിടെ സ്റ്റോപ്പായി, പിന്നെ മനുഷ്യനായി വന്നാ പിന്നെ മനുഷ്യൻ പരിണാമം ഉണ്ടായിട്ട് മനുഷ്യൻ വേറെ എന്തെങ്കിലും ആവണ്ടേ? അതാവണമില്ല. അപ്പൊ അതിന് മറുപടി ഒന്നുമില്ല. സയൻസിന് മറുപടി ഇങ്ങനെ ഉരുണ്ട് കളിക്കുക. അപ്പൊ മനുഷ്യന് ദൈവം ഉണ്ടാക്കിയെന്ന് അംഗീകരിക്കാൻ സയൻസ് തയ്യാറല്ല.
അപ്പൊ സയൻസ് തയ്യാറല്ലാത്തത് കൊണ്ട് വേദഗ്രന്ഥം സത്യമല്ല എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഇതില് എന്റെ വീഡിയോ നീണ്ടുപോകുന്നുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി പറയുന്നതാണ്. നിങ്ങൾ കേൾക്കുക, നിർബന്ധമായി ഇത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ചാൾസ് ഡാർവിൻ കുരങ്ങിന്റെ രൂപങ്ങൾ ഇട്ട ആ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നിർബന്ധമായി കാണണം. പരിശുദ്ധ ഖുർആൻ നേരാവണ്ണം സത്യസന്ധമായി ഈ വിഷയത്തെ കുറിച്ചിട്ട് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഓരോ മുസ്ലിമും മനസ്സിലാക്കണം, അല്ലാത്തവരും മനസ്സിലാക്കണം. വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്താണ് മനുഷ്യന് പറഞ്ഞു തരുന്നത്. ഒരു സൂറത്ത് തുടക്കം ഞാൻ വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ബഖറ 2-ാമത്തെ അധ്യായം 30-ാമത്തെ വചനത്തിന്റെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. വായിച്ചു കണ്ട് നിങ്ങൾ പരിഭാഷ അടക്കം വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അള്ളാഹുവിന്റെ സൃഷ്ടികളായ മലക്കുകളുടെ ഒരു സമ്മേളനത്തിൽ വെച്ച് ഈ കാര്യം സംസാരിക്കുന്നുണ്ട്. ഈ സംസാരം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിക്കുന്നുണ്ട്. ഈ അറിയിക്കുന്നത് ലോകത്ത് വരാനിരിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഈ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ടാവും, അറിയാൻ ആഗ്രഹമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് അറിയാം. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആ കാര്യം വളരെ വ്യക്തമായി ഒരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ ആരാണ് മനുഷ്യന്റെ സൃഷ്ടാവ് എന്ന് പറഞ്ഞു തരികയും ആ മനുഷ്യന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരികയും ചെയ്യുന്ന കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് വീഡിയോ പോകുന്നുണ്ട്. ഈ സൂറത്ത് അൽ ബഖറ നിങ്ങൾ പാരായണം ചെയ്യുക, മനസ്സിലാക്കുക. അത് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ 2-3 വീഡിയോ ഞാൻ ചെയ്യും. അത് കാണാൻ വേണ്ടി നിങ്ങൾ നിർബന്ധമായി പ്ലീസ് അതൊന്ന് കാണണം, കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.